Re-examination of the witnesses. No, Your Honor. സാക്ഷിമൊഴികൾ എന്തൊക്കെയായാലും ശരി, സ്വന്തം അച്ഛനറിയാതെ പ്രതികൾ ശിവനോടൊപ്പം പുറത്തു പോയെന്നുള്ളത് സത്യമാണ്. പോയത് ശിവപുരം ബംഗ്ലാവിലേക്കും. ആയതിനാൽ ഇവർക്ക് ഇമ്മോറൽ ട്രാഫിക് പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരം പരമാവധി ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ കേസിന്റെ വിധി ഈ മാസം 20-ാം തീയതി പറയുന്നതാണ്. ഓക്കേ. എന്തൊരു കുടിയാഴ്ചയാ ഇത്. പിന്നെ കുടിക്കാതെ മനുഷ്യനിവിടെ ഇരിക്കപ്പുറത്തില്ല നിൽക്കുക. ഇപ്പം തോന്നുന്നു പഴയ അഡ്വക്കേറ്റ് പ്രഭാരൻ തന്നെ മതിയായിരുന്നു. അയാളാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏത് സമയത്താണ് ആ പത്മകുമാരനെ കെട്ടിയെടുത്തത്? വിളിക്കാമെന്ന് പറയുന്ന കരുതാതെ വിളിയും കാണുന്നില്ല. പിന്നെ ആ ചെറായിയ, എന്തായടാ കാര്യങ്ങള് നമുക്ക് അനുകൂലമല്ല മുതലാളി. എന്ന് വെച്ചാ പറയടാ. അഡ്വക്കേറ്റ് പത്മകുമാർ നമ്മുടെ ആൾക്കാരെ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു. ആ നന്നായി. എന്നിട്ടാ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ അടുത്തു വായിൽ അമ്പഴങ്ങേട്ടോണ്ടിരിക്കുകയായിരുന്നോ? കുര്യച്ചൻ നന്നായി ശ്രമിച്ചതാ. ആ ശ്രമിച്ച് കാശ് വാങ്ങി കോട്ടിന്റെ കീശയിലിട്ട് പോകാൻ കൊള്ളാം. ഇവനെയൊക്കെ പിടിച്ച് പബ്ലിക് പ്രോസിക്യൂട്ടറായി എന്നെ വേണം തല്ലാൻ. എന്നിട്ട് കേസ് ഇപ്പൊ എന്താ ആയടാ? നമുക്ക് വല്ല പ്രതീക്ഷ ഉണ്ടോ? ഇട ഉണ്ടോ ഇല്ലെന്ന് പറയാതെ ഇയാളെന്താ ചിന്തയിലാണോ? പ്രതീക്ഷയ്ക്ക് വകയില്ല മുതലാളി. ആ നന്നായി. എന്നാ പിന്നെ എന്നാത്തിനടാ ആ സാധനം ചെവി പിടിച്ചോണ്ടിരിക്കുന്നേ? കെട്ട് പോവാൻ നോക്കടാ. പത്മകുമാർ കോടതിയിൽ ഉഴുതു മറിക്കുമ്പോ നമ്മുടെ വക്കീൽ കോട്ടുമായിട്ടുണ്ട് നോക്കിയിരുന്നെന്ന്. എന്താ കൊള്ളാവോ? സാക്ഷികളൊക്കെ പ്രതികൾക്ക് എതിരായിരുന്നല്ലോ, പിന്നെന്താ? തലയ്ക്കകത്ത് മൂളകളുള്ളവന് സാക്ഷികളൊന്നും ഒരു പ്രശ്നമല്ലടി. ജയിലിൽ കിടക്കുന്ന അവളുമാരെ ഒന്നുപോയി കാണണമെന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് മനസ്സൊന്ന് തണുപ്പിക്കണമെന്നുണ്ടായിരുന്നു. കണക്ക് കൂട്ടലുകളൊക്കെ പിഴയ്ക്കുന്ന ലക്ഷണമാണല്ലോടി സാറാമേ. കേരളത്തിലെ മുൻനിര എഴുത്തുകാർക്കൊപ്പം ശിവൻ എന്ന യുവ സാഹിത്യകാരനും തന്റേതായ ഇരിപ്പിടം ഭദ്രമാക്കി കഴിഞ്ഞു. കനലാട്ടം എന്ന തന്റെ ആദ്യ സൃഷ്ടി തന്നെ അത് വേണ്ടുവോളം തെളിയിക്കുന്നു. യുവ സാഹിത്യകാരന്മാർക്കിടയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഈ ശബ്ദം തീർച്ചയായും ഒരു
വലിയ എഴുത്തുകാരന്റെ ശബ്ദത്തിന് തുല്യമാണെന്ന് തറപ്പിച്ചു പറയുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ആധുനിക നോവൽ സാഹിത്യ ശാഖയ്ക്ക് ഈ പുതുനാമ്പ് തീർച്ചയായും ഒരു വലിയ വാഗ്ദാനം തന്നെയാണ്. കനലാട്ടം എന്ന നോവൽ കേരളത്തിലെ സാഹിത്യ ആസ്വാദകർക്കൊക്കെ ഒരു അനുഭവമായി. ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയ കുറേയേറെ കഥാപാത്രങ്ങൾ കനലാട്ടത്തിലുണ്ട്. ചില നിമിഷങ്ങളിൽ ഇത് നമ്മുടെ കഥയാണോ എന്ന് പോലും തോന്നിപ്പോകാറുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് കനലാട്ടത്തിലെ കേന്ദ്ര കഥാപാത്രമായ നിവേദിത. ഈ കഥാപാത്രം സ്ത്രീത്വത്തിന്റെ പുതിയ മുഖമാണ് അനാവരണം ചെയ്യുന്നത്. ഞാൻ കൂടുതൽ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. പുസ്തക പ്രകാശനത്തിന് മുമ്പ് കനലാട്ടത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാനായി ശിവനെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ അയ്യപ്പദാസ് സർ, MC ബുക്സിന്റെ MD ശ്രീ സേവ്യർ സർ, മറ്റ് വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇത്തരം വേദികൾ എനിക്ക് പരിചിതമല്ല. അതുകൊണ്ട് ഇവിടെ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. ഏറെ വിയർപ്പൊഴുക്കിയാണ് ഞാൻ ഈ നോവൽ എഴുതി തീർത്തത്. കനലാട്ടത്തിലൂടെ സ്ത്രീയുടെ മറ്റൊരു മുഖമാണ് ഞാൻ വരച്ചു കാട്ടാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്റെ കനലാട്ടത്തിലെ നിവേദിതയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇന്ത്യ സമൂഹത്തിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്. നിവേദിതയെ കണ്ടെത്താൻ ഞാൻ അനുഭവിച്ച ത്യാഗം, മാനസിക പിരിമുറുക്കം, എന്തോ അതിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നും എനിക്ക് പറയാനാവുന്നു. ഇതില് എന്റെ കഥാപാത്രമായ നിവേദിതയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഈ സമൂഹത്തിലെ തിന്മയുടെ മുഖംമൂടികൾ തിരിച്ചറിഞ്ഞ് അത് വലിച്ചെറിയാൻ ശ്രമിക്കുന്നവളാണ് എൻ്റെ നിവേദിത. എനിക്ക് സന്തോഷം കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും വികാരത്തിന്റെ പുറത്താണോ എന്നറിയില്ല, എനിക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. വായനക്കാരായ സഹൃദയർ, കനലാട്ടത്തെ നെഞ്ചിലേറ്റുന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, 1000 നന്ദി. അടുത്ത പുസ്തക പ്രകാശനമാണ്. അതിനായി MC ബുക്കിന്റെ MD ശ്രീ സേവ്യർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അയ്യപ്പദാസ് സാറിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ശിവ, നല്ലൊരു ചടങ്ങല്ലേ നടക്കുന്നത്, അതിനെന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? തുടക്കമല്ലേ, അതിന്റെ ടെൻഷൻ ഉണ്ടാവും അല്ലേ ശിവ? അതെ. ഇനി ഇതിലൊക്കെ എത്രയോ വലിയ വേദിയെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോഴൊന്നും ഇതുപോലെ പതറരുത്. വളർന്നു വരുന്ന യുവ സാഹിത്യകാരൻ ശിവന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സാഹിത്യ സമ്മേളനം ഇവിടെ പിരിയുന്നു. തീർച്ചയായും. ശിവ, നമുക്ക് റൂമിലേക്ക് പോകണ്ടേ? അയ്യപ്പദാസ് സാറിന് നല്ലൊരു സൽക്കാരം കൊടുക്കണ്ടേ? വാ. സാർ, ഫംഗ്ഷൻ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ,
ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എനിക്കൊരാളെ കാണാനുണ്ട്. താമസിക്കരുത് കേട്ടോ. ആ ഇല്ല സാർ. ശിവ, കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. പോവാം, പോട്ടെ. ഞാൻ കരുതി എന്നെ ഉപേക്ഷിച്ച് പോയെന്ന്. അങ്ങനെ പോകാൻ പറ്റൂ? ശിവൻ ഇതാരെയാ നോക്കുന്നേ? ഏയ് ആരെയില്ല, ഞാൻ വെറുതെ. ഉരുണ്ട് കളിക്കണ്ട. ശിവൻ ദേവയാനിയല്ലേ നോക്കുന്നേ? ഏയ് എന്നോട് കള്ളം പറയുന്നത് എന്തിനാ ശിവ? എനിക്കറിയാം ദേവയാനി വന്ന ശേഷം ശിവനി മാറ്റം. സ്മാർട്ടായിട്ട് പ്രസംഗിച്ചു തുടങ്ങിയതാ. പെട്ടെന്നൊരു വിറയില് ആരെയോ കണ്ട് പേടിച്ചതുപോലെ. തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ പേടിയുടെ കാരണം മനസ്സിലായേ. അവൾ എന്തിനായിരിക്കും ഇവിടെ വന്നത്? ശിവൻ അവളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നോ? ഏയ് ഞാൻ ക്ഷണിക്കാനോ? പത്രത്തിൽ ന്യൂസ് വന്നല്ലേ, കണ്ടിട്ടുണ്ടാവും. എന്നാലും അപാര ചങ്കൂറ്റം തന്നെയാ. ഇത്ര ഒരു വേദിയിൽ ഒറ്റയ്ക്ക് വരാന്ന് പറഞ്ഞ. ദേവയാനി എങ്ങോട്ടാ പോയെന്ന് ആലിസ് ശ്രദ്ധിച്ചോ? ഞാൻ കണ്ടില്ല. ചടങ്ങ് കഴിഞ്ഞിട്ട് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി ഇരിക്കുകയായിരുന്നു ഞാൻ. അവസരം പാഴായി. അതിന് ശിവനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇനി അവള് MC ബുക്സിന്റെ MD സേവ്യ സാറിനെ കാണൂ. എന്തിനാ അയാളെ കാണുന്നേ? നോവല് പ്രസിദ്ധീകരിക്കണ്ടെന്ന് പറയാൻ. അങ്ങനെ ഒരാൾ പറഞ്ഞ കേൾക്കുന്ന ആളാണോ സേവ്യർ സാറ്? ദേവയാനി എന്ന പേര് കേട്ടാ മുട്ടടിക്കാൻ തുടങ്ങും. ഇതാണുങ്ങൾക്ക് ചേർന്ന സ്വഭാവം അല്ല കേട്ടോ. ദേ നോക്കിയേ, ശിവൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അപ്പോഴേ എനിക്ക് ഈ സാഹിത്യമായിട്ട് ഒരു ബന്ധമില്ലെന്നറിയാലോ. ഇത്രയും നേരം ശിവനെ ഓർത്ത് മാത്രമാണ് ഞാൻ സഹിച്ചത്. വാ, നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ ശിവന്റെ വക ഒരു ട്രീറ്റ്. അതിന്ന് വേണ്ട, വേറൊരു ദിവസമാവാം. അതെന്താ ഇന്നല്ലേ വേണ്ടത്? ആ ദേവയാനി ഇവിടെ കണ്ടതോടെ എന്റെ എല്ലാ മൂടും പോയി. നമുക്ക് വേറൊരു ദിവസം കൂടാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. ആ വൃത്തികെട്ടോള് കാരണം നല്ലൊരു ദിവസം പോയി. വരുന്നു ദേവയാനി. ഇങ്ങനെ പെണ്ണിനെ ഭയക്കുന്ന ഒരു പുരുഷൻ, നാണക്കേട്. ഏതായാലും നോവലിന്റെ ടൈറ്റിൽ കറക്റ്റാ കേട്ടോ, കനലാട്ടം. ഇപ്പൊ ശിവന്റെ മനസ്സിലാ കനലാട്ടം നടക്കുന്നത്. ചടങ്ങിനോ ഞങ്ങളെ കൊണ്ടുപോയില്ല. എന്നാ അവിടെ എന്തൊക്കെ നടന്നു എന്നൊന്ന് വിശദീകരിച്ചൂടെ? നല്ല ഫംഗ്ഷൻ ആയിരുന്നു. അയ്യപ്പദാ സാറും സേവ്യ സാറും ഒക്കെ എന്നെ കുറിച്ച് സംസാരിച്ച് കേൾക്കണമായിരുന്നു. എനിക്ക് ഈ നോവൽ ഒരുപാട് അംഗീകാരങ്ങൾ നേടിത്തരുത്രേ. നോവലിന്റെ പുറകെ പോകുന്നതൊക്കെ കൊള്ളാം. അതിന്റെ പേരിൽ പഠിത്തം ഉഴപ്പരുത്. പഠിച്ചൊരു ജോലി കിട്ടിയ മാസാമാസം എന്ത് കിട്ടുമെന്ന് എനിക്കറിയാം. അതിന്റെ ഇരട്ടി ഒരു നോവൽ എഴുതിയ കിട്ടുമേ. കനലാട്ടത്തിന് MC ബുക്സ് എനിക്ക് അഡ്വാൻസ് തന്നിട്ടുള്ളൂ. ഇനിയും റോയൽറ്റി ഇനത്തിൽ ഒരുപാട് തുക കിട്ടാൻ കിടക്കുക. നോവല് വിറ്റഴിക്കുന്നതിനനുസരിച്ച് എൻ്റെ വരുമാനവും കൂടും. പിന്നെ നോവലിന് എന്തെങ്കിലും അംഗീകാരങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ അവാർഡ് തുക വേറെയും. ആ ജയനായിരിക്കും വരുമെന്ന് പറഞ്ഞിരുന്നു. ഇത്ര പെട്ടെന്ന് എന്റെ മോൻ പ്രസിദ്ധനാവുമെന്ന് ഞാൻ കരുതിയില്ല. ഭാഗ്യം വരാൻ അധികം സമയമൊന്നും വേണ്ടമ്മേ. ദേവേനെന്താ ഇവിടെ? പുസ്തക പ്രകാശനം ഭംഗിയായി കഴിഞ്ഞല്ലോ. അവിടെ വെച്ച് അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ല. നോവലിസ്റ്റ് അപ്പോ വലിയ തിരക്കിലായിരുന്നല്ലോ. അതിന്റെ ഇടയിലേക്ക് കയറി വന്ന് ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ആവുമ്പോ സ്വസ്ഥമായിട്ട് 2 വാക്ക് സംസാരിച്ചിട്ട് പോവാലോ. ആദ്യം ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക, വലിയൊരു നോവലിസ്റ്റ് ആയതിന്. പിന്നെ വലിയവനാകാൻ വേണ്ടി ചെറിയവരെ ചവിട്ടി താഴ്ത്തിയതിന്. ദേവേനി കയറിയിരിക്കേ. അയ്യോ, അത് വേണ്ട. വേണ്ടെന്നല്ല, പാടില്ല. വഴിപഴിച്ചവരെ കുടുംബത്തിനകത്തേറ്റ് ഇരുത്താൻ കൊള്ളാമോ? ദേ, നമ്മൾ 2 പേരും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ അത് ശിവന് മോശപ്പേരാ.
കനലാട്ടത്തിലെ നിവേദിതയെ പോലെ സ്ത്രീപീഡനത്തിന് വിധേയരായ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നോവലിസ്റ്റിന്റെ പ്രസംഗം ഞാൻ കേട്ടു. ശരിയാ താങ്കൾ പറഞ്ഞത്. തന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ ഞാനൊരു നിവേദിതയാ. പക്ഷെ ഈ നിവേദിതയ്ക്ക് നേരിയ വ്യത്യാസമുണ്ട്. ഞാൻ തന്നെ എന്റെ കഥ മുൻകൂട്ടി എഴുതി എന്ന വ്യത്യാസം. കനലാട്ടം റിട്ടൺ ബൈ ദേവയാനി എന്നുള്ളത് താങ്കളുടെ പേരിലേക്ക് തിരുത്തി എഴുതിയപ്പോ തന്റെ കൈ വിറച്ചില്ലേ? തന്റെ ചങ്കൊന്ന് പിടച്ചില്ലേ? എന്റെ ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഉത്തരം തരാൻ കഴിയാതെ തല കുമ്പിട്ട് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചെയ്തത് മുഴുവൻ തെറ്റുകൾ മാത്രമായതുകൊണ്ടാ. ഒരു ശരി ചൂണ്ടിക്കാട്ടാമോ തനിക്ക്? 30 വെള്ളിക്കാശിനായി ദൈവങ്ങളെ ചതിക്കുന്ന പാരമ്പര്യമാണല്ലോ നമ്മുടേത്. അപ്പൊ പിന്നെ വെറും ഒരു ദേവയാനെ ചതിക്കാൻ ദൈവത്തിന്റെ പേരും അസുരന്റെ ചിന്തയുമുള്ള തനിക്കെന്താ പറ്റാത്തത്? അല്ലേ? അമ്മ അനിയത്തി അകത്തുണ്ട്. ദയവുചെയ്തന്നെ. ഓ, അഭിമാനം. അമ്മ കേട്ട, അനിയത്തി കേട്ട മാന്യത വീണുടഞ്ഞു പോവും. ഒന്ന് ചിന്തിച്ചു നോക്കടോ. മക്കളെ ചിറകിനുള്ളിൽ ഒളിപ്പിച്ചു വരുന്ന ഒരച്ഛന്റെ മുഖം കോളേജിലുള്ള മറ്റേതൊരു സ്റ്റുഡന്റിന്റെ അച്ഛന് ഇത്രയും നെഞ്ചോട് ചേർത്ത് വളർത്തിയത് ആരുമില്ല. ആ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഇന്ന് പുറത്തിറങ്ങാൻ വയ്യ. തലയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട്, ഇരുട്ടി ചവിട്ടി നടക്കേണ്ട ഗതികേട്. ആരാ ഇതൊക്കെ ഞങ്ങൾക്ക് നേടിത്തന്നത്? പറ, ആരാന്ന്? എന്നേക്കാൾ വിശ്വാസമായിരുന്നു എനിക്ക് തന്നെ. ആങ്ങളമാരില്ലാത്ത എനിക്ക് ദൈവം തന്ന എന്റെ സ്വന്തം ആങ്ങള. എന്നിട്ട് ആ ആങ്ങള തന്നെ പെങ്ങന്മാരെ കൊണ്ടുപോയി കാഴ്ച വെച്ചിരിക്കുന്നു അന്യന്റെ മുമ്പില്. നോവല് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ സന്തോഷത്തോടെ അത് തന്നേന്. അതിനെന്തിനാ ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്തത്? അലക്സാണ്ടർ പേട്ട അതിനെ തനിക്ക് എത്ര പണം നൽകി? പറ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. ഞാൻ പറയാടി ചൂലേ, എന്റെ കുഞ്ഞിനെ കൊണ്ടേ വേണ്ടാത്ര നിരങ്ങിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി. മാലോകരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് അവള് ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നു. ചൂലെടുത്തൊന്ന് മോന്തക്കിട്ട് തരുക വേണ്ടത്. എനിക്കല്ല തരേണ്ടത്, സ്വന്തം മോനിട്ട് തന്നെയാ കൊടുക്കേണ്ടത്. മിണ്ടാതിരിയടി. നീ ഇങ്ങനെ പടം പോലെ ഉമ്മർത്ത് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടാ മതി എനിക്കും എന്റെ മക്കൾക്ക് മോശപ്പേര് കിട്ടാൻ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ നശ്വരം മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടരുതെന്ന്? പിന്നെന്തിനാ ഇവിടെ വിളിച്ചു കയറ്റി വിസ്തരിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. അയ്യോടി, അല്ലെങ്കിൽ ഇവൾ എന്ത് ചെയ്യും? കണ്ണി കണ്ടടൊക്കെ നിരങ്ങിയിട്ട് കേറി വന്നിരിക്കുക എന്റെ മോന്റെ കഴുത്തിന് പിടിക്കാൻ. ഞാൻ ആരുടെയും കഴുത്തിന് പിടിച്ചിട്ടില്ല. എന്റെ കുടുംബത്തിനെ കഴുത്തിന് പിടിച്ചത് നിങ്ങളുടെ മോൻ തന്നെയാ. അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. പറയടോ, സത്യം എന്താന്ന് പറയാൻ. ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഓ, അവളുടെ നോട്ടം കണ്ടില്ലേ? പിന്നെ ബാക്കിയുള്ളവരങ്ങ് ദഹിച്ചു പോവും. നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങള്. കോളേജ് വാദ്യരായ നിന്റെ ഒക്കെ തന്തയ്ക്ക് ഇതൊരു അഭിമാനമാണോടി? സത്യങ്ങൾ എന്നായാലും സത്യം തന്നെയാ. അതിന്റെ മൂല്യം ഒരിക്കലും നശിക്കില്ല. എന്റെ നോവല് കൊണ്ടുപോയി വിറ്റ് കാശാക്കി വലിയ നോവലിസ്റ്റ് ആയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ചതിക്കുഴി വീഴ്ത്തിയിട്ട് മാന്യനായി നടക്കുക നിങ്ങളുടെ മോൻ. ആരൊക്കെ മുഖത്ത് കാറ് തുപ്പിയാലും ഒക്കെ കാണുന്നൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്തെങ്കിലും ഞങ്ങളുടെ കൂട്ടിന് വരും. അന്ന് ഈ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനും ഒക്കെ അമ്മയും മകനും പശ്ചാത്തപിക്കേണ്ടി വരും. ശിവ, കല്യാണിയും ദേവയാനിയും തന്റെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നില്ല, തന്റെ ഗുരുവിന്റെ മക്കൾ കൂടിയായിരുന്നു. ആ ഗുരുവും കുടുംബവും ഇന്ന് കണ്ണീരും കയ്യുമായി കഴിയ കരഞ്ഞ് കണ്ണീര് പറ്റി ഞങ്ങളുടെ. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഒന്നേ ചെയ്യാൻ കഴിയൂ, തെറ്റിലേക്ക് നയിച്ചവരെ മനമുരുകി ശപിക്കാം. അതൊരുപാട് തന്റെ തല വീണ് കഴിഞ്ഞു. സമയമാകുമ്പോ കൂട്ടത്തോടെ തന്റെ നേർക്ക് വരും. അപ്പോഴേ പാവം ഒരു പ്രൊഫസറും കുടുംബവും അനുഭവിച്ച വേദനയും കണ്ണീരും എത്രയായിരുന്നു എന്ന് താൻ അറിയൂ. നിന്നെ പോലെ ഉള്ളവരെ കൊണ്ട് ഇനി ഒരു ഗുണേ ഉള്ളൂ, രാവിലെ കണി കാണാൻ കൊള്ളാം. ഇത്തരം സ്ത്രീകളെ രാവിലെ കണി കണ്ട അന്നത്തെ ദിവസം നല്ലതായിരിക്കുന്ന പഴമക്കാര് പറയുന്നത്. അതുകൊണ്ട്
രാവിലെ എണീച്ച് ചേച്ചി അനിയത്തിയും ആർക്കെങ്കിലും കണി കാണാൻ പോയി നിക്ക് ചെല്ലേ. നിങ്ങളോട് ഇതിന് മറുപടി പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവൾ ഇവിടെ വന്നാ കത്തിച്ച വിറവള്ളി എടുത്ത് ഞാൻ അവളുടെ ദേഹത്ത് വയ്ക്കും. നാട്ടിൽ അലഞ്ഞിരുന്ന പട്ടികളെ വീട്ടിൽ കയറ്റിക്കോ, എന്നാലും ഇവളമാരെ കയറ്റരുത്. ചേട്ടാ, ഒരു സംശയം ചോദിച്ചോട്ടെ. യഥാർത്ഥത്തിൽ കനലാട്ടം ദേവയാനി ചേച്ചിയുടെ നോവൽ തന്നെയാണോ അതോ ചേട്ടന്റെയോ? ഞാൻ വെറുതെ ചോദിച്ചതാ. ഇനി ഒരു പക്ഷേ എന്റെ സംശയം ശരിയാണെങ്കിൽ ആ നോവലുണ്ട് ശിവേട്ടൻ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല. ലൈബ്രറിയില്, ഫ്രണ്ട്സിന്റെ വീട്ടില് എന്ന് വേണ്ട അവള് പോകാനിടയുള്ളിടത്തൊക്കെ അന്വേഷിച്ചു, എങ്ങും ചെന്നിട്ടില്ല. പിന്നെ അവൾ എവിടെ പോയി? നാട്ടിൽ നല്ല പേരായതുകൊണ്ട് മകളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നാട്ടുകാർക്കൊക്കെ എന്തൊരു മതിപ്പാണെന്നറിയാവോ? അവള് പോയിരിക്കുന്നു നാട് തെണ്ടാൻ. മാഷ് ഒന്നുകൂടെ പുറത്തു പോയെന്ന്. തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, ഇനി അവളുടെ പുറകെ ഞാൻ നടക്കണോ? നെഞ്ച് തീയുമായ ബാക്കിയുള്ളൊരു ദിവസം എണ്ണി നീക്കുന്നത് ആ ഒരു വിചാരമില്ല. വീണ്ടും ടെൻഷനാക്കിക്കൊണ്ടിരിക്കുക. അച്ഛനായി പോയില്ലേ, ഒക്കെ സഹിച്ചല്ലേ പറ്റൂ. കല്യാണി, ഏതായാലും നീ അകത്ത് പോയി അച്ഛൻ്റെ ഷർട്ടിങ് എടുത്തുകൊണ്ട് വാ. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. മക്കൾ തന്നിഷ്ടം കാട്ടിയാലും പിറകെ നടന്നല്ലേ പറ്റൂ. ആ പോണ്ട, വരണുണ്ട്. നിക്കവിടെ. എവിടെയായിരുന്നു ഇതുവരെ? ലൈബ്രറി വരെ പോയിരുന്നു. ലൈബ്രറി പോയിരുന്നു?